വീണ്ടും റിവൽ ടുഡേ മീഡിയയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമ്മളെ പ്രചോദനം തരുന്ന, നമ്മളെ ശക്തിപ്പെടുന്ന ഒരു വചന സന്ദേശമാണ് ഇന്ന് പകല്. മത്തായിയുടെ സുവിശേഷം 6:24 രണ്ട് യജമാനന്മാരെ സേവിപ്പാൻ കഴിയുകയില്ല. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾ ദൈവത്തെയും മാമോനെയും സേവിപ്പാൻ കഴിയത്തില്ല. നമ്മൾ ചെറുപ്പകാലം പോലെയൊക്കെ അല്ലേ നമ്മൾ കേട്ടിട്ടുള്ളൊരു വചനഭാഗമാണ്. രണ്ട് യജമാനന്മാരെ അവിടെ പറഞ്ഞേക്കുന്നത്, ഒന്നുകിൽ ഒരാളോട് ചേർന്ന് മറ്റവനെ നിരസിക്കും, അല്ലേ മറ്റവരോട് നിരസിച്ച് മറ്റോട് ചേർന്ന് നിൽക്കും. അതിനകത്ത് എന്തോ പറയുന്ന കാരണം ഇതാണ്. മാമോൻ എന്നുള്ളിടത്ത് ധനമെന്ന് പറഞ്ഞിട്ടുണ്ട്, അവിടെ മഹിമ, നിക്ഷേപങ്ങൾ. അപ്പം അതൊന്നും നമ്മുടെ യജമാനനാകാൻ പാടില്ല. നമുക്കൊരു യജമാനനേ ഉള്ളൂ, നമുക്ക് ജീവൻ തന്നു, നമ്മളെ വീണ്ടെടുത്ത ആ മഹാസ്നേഹം. യോഹന്നാന്റെ സുവിശേഷം 3:16 വരുമ്പോൾ തൻ്റെ ഏകജാതനായ പുത്രനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. അവൻ തൻ്റെ ജീവനെ തന്ന് അവൻ തൻ്റെ സ്നേഹത്തെ പ്രദർശിപ്പിച്ചു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം നായകനായിരിക്കുമ്പോൾ മറ്റെല്ലാം നമുക്ക് ധാരാളമായി അനുഭവിക്കാനുണ്ട്. പത്രോസ് വ്യക്തമായിട്ടത് പറയുന്നുണ്ട്. ഈ ലോകത്തിൽ തരുന്ന അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് അനുവദനീയമായ കാര്യങ്ങളെല്ലാം നമുക്ക് ധാരാളമായി അനുഭവിക്കാനുള്ളത് തന്നെയാണ്. ചില കാര്യങ്ങളൊക്കെ നമുക്കറിയാം, വിലക്കുകളുണ്ട്. അപ്പോൾ ആ കാര്യങ്ങളിൽ നാം അത് ചെയ്യുമ്പോൾ അതൊന്നും നമ്മുടെ യജമാനനാകാൻ പാടില്ല. പലരുടെയും യജമാനൻ ധനമാകുമ്പോൾ അവിടെയാണ് ധനവാനെന്ന് വേദോസം വിളിക്കുന്നത്. എങ്ങനെയാണ് അവരുടെ ആ ദൈവം ഇരിക്കേണ്ട സ്ഥാനത്ത് ധനം. അതിനുദാഹരണമാണ് കർത്താവിൻ്റെ അടുക്കൽ ധനവാനായ ഒരു യുവാവ് വരുമ്പോൾ, അല്പം പ്രാർത്ഥനയും ദൈവഭക്തിയും ഉള്ളവനാണ്. അവൻ വന്ന് ഇന്നത്തെ യൗവനക്കാർ ചോദിക്കത്തില്ല, അങ്ങനെ നിത്യജീവനെ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? അപ്പോൾ യേശു പെട്ടെന്ന് അവനെ നോക്കിയിട്ട് പറഞ്ഞു, കൽപ്പനകളെ അനുസരിക്കാൻ. അപ്പം അന്നൊക്കെ വലിയ കൽപ്പനകളെ അനുസരിക്കുന്നു. പക്ഷെ അവൻ പറയുന്ന കൽപ്പനകളെ അനുസരിക്കുന്നു, ഏറെക്കുറെ അവനെ അനുസരിക്കുന്നു. അപ്പോൾ കർത്താവ് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, നിനക്കുള്ളത് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കുക, എന്നിട്ട് മടങ്ങി വരാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പലരും ഇത് പ്രസംഗിച്ച് കേൾക്കുന്നുണ്ട്. നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ടതായ ഒരു കാര്യം, ഇവൻ്റെ യജമാനൻ ഈ പണമായിരുന്നു. അതുകൊണ്ട് അവൻ വളരെ ദുഃഖിതനായി, ധാരാളം സമ്പത്തുള്ളവനായതുകൊണ്ട് വളരെ ദുഃഖിതനായി അവൻ പോയി. അതേസമയം അവൻ പറയുക, വൈ നോട്ട്, ഐ ആം റെഡി എന്ന് പറഞ്ഞാൽ കർത്താവ് പറയും, വിൽക്കേണ്ടപ്പോൾ കൊള്ളാൻ പറയും. കർത്താവിന് അറിയാം അവൻ എല്ലാ കൽപ്പനകളും പാലിക്കും, അവൻ്റെ യജമാനൻ. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്, ദൈവനാമത്തിൽ ദൈവത്തിന് കൊടുക്കുന്ന കാര്യങ്ങളിലൊക്കെ നാം അളവില്ലാതെ വിതയ്ക്കണം, കൊടുക്കണമെന്നൊക്കെ ദൈവം പറഞ്ഞതിൻ്റെ കാരണം, ദൈവത്തെ നാം സ്നേഹിക്കുമ്പോൾ അതിനനുസരിച്ച് ദൈവം നമ്മുടെ കാര്യങ്ങൾ, കാരണം ഇതെനിക്കിത് വലുതല്ല, എൻ്റെ ദൈവം എന്നോടത് പറഞ്ഞാൽ ഞാൻ ചെയ്യാൻ അനുസരിക്കാൻ ഞാൻ തയ്യാറാന്ന് പറയുമ്പോഴാണ് ദൈവം വാതിലുകൾ തുറക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് ധാരാളം അനുഗ്രഹങ്ങൾ, മറ്റുള്ളവരെ സഹായിക്കുകയും ദൈവനാമത്തിനും ദൈവരാജ്യത്തിനും വേണ്ടി കൊടുക്കാൻ മനസ്സുള്ളവർക്ക് ദൈവം വീണ്ടും വീണ്ടും കൊടുക്കാൻ റെഡിയാണ്. കാരണം അവരിൽ അത് ഒതുങ്ങത്തില്ല, അവരുടെ അക്കൗണ്ടിൽ അത് കിടക്കത്തില്ല. ആ എന്തു വലിയ എമൗണ്ടാണെങ്കിലും ചെറുതാണെങ്കിലും ലഭിക്കുന്നവർ അതിൻ്റെ ദശാംശം മാറ്റിവെക്കാൻ തുടങ്ങും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്ന, അല്പത്തിൽ വിശ്വസ്തനെ ഞാൻ നിന്നെ അധികത്തിൽ വിചാരകനാക്കും. 1000 രൂപയിൽ ഒരു ദൈവത്തിനൊരു 100 രൂപ മാറ്റിവെക്കാൻ കഴിയാത്ത ഒരാളെ എങ്ങനെയാണ് ദൈവം വിശ്വസ്തരായിട്ട് കൊടുക്കുന്നത്? അവർ 1,00,000 കിട്ടുമ്പോൾ ഞാൻ 10,000 കൊടുക്കുമെന്നവർക്ക് പറയാൻ ഒക്കും. അല്ലെങ്കിൽ 1 കോടി ലഭിക്കുമ്പോൾ ഞാൻ 10,00,000 രൂപ ദൈവരാജ്യത്തിന് വധിക്കുന്ന ഒരു വ്യക്തിക്ക് പറയാൻ കഴിയും. അവിടെയെല്ലാം ദൈവം പറയും, നമ്മൾ എന്താണ് നമുക്കുള്ളത്. അതാണ് മത്തായിയുടെ സുവിശേഷം വായിക്കുമ്പോൾ അവരെ വല നന്നാക്കിക്കൊണ്ടിരിക്കുവാനും സബദീപുത്രന്മാർ അവർ മല വീശിക്കൊണ്ടിരിക്കുകയായിരുന്നു. പെട്ടെന്ന് കർത്താവ് വരിക എന്ന് പറഞ്ഞപ്പോൾ അവർ വലയും പടവും പിതാവിനെയും സമ്പത്തും എല്ലാം വിട്ട് പുറപ്പെടുക. അപ്പോൾ പെട്ടെന്ന് എൻ്റെ ഹൃദയത്തിൽ തോന്നിയത്, ദൈവമേ അങ്ങനെയൊക്കെ വിളിച്ചാൽ പെട്ടെന്ന് ഒരാൾ വരുമോ? കാരണം കർത്താവ് രാത്രി മുഴുവൻ മലമേലുള്ള പ്രാർത്ഥനയാണ്. ഞാൻ അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്, പന്തിരിവിടെ തിരഞ്ഞെടുക്കാൻ പോവുകയാണ്. കർത്താവ് പ്രാർത്ഥനയിൽ കഴിഞ്ഞിട്ട് കർത്താവ് ജസ്റ്റ് ഒന്ന് വിളിക്കുമ്പോഴേ ചാടി വരികയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞ് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്ക് ഇവിടെ സന്തോഷമായിട്ടും സമാധാനമായിട്ടും ജീവിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. വചനം പറയുന്നു, മനോഹരമായ ഒരു പട്ടണമായിരിക്കുക, സകല ജാതികളും നിങ്ങളെ ഭാഗ്യവാന്മാരെന്ന് പറയും, അനുഗ്രഹിക്കപ്പെട്ടെന്ന് പറയും.
ഈ ലോകത്തിൽ കഷ്ടതയും ദുഃഖവും നമുക്ക് പേപ്പർ വായിച്ചറിയാം. ആത്മഹത്യകൾ പെരുകുന്നു. അവരോട് നമ്മൾ ഇനി പോരെ, നിങ്ങൾക്കെല്ലാം തരാം, നമ്മുടെ നിത്യ ദാരിദ്ര്യത്തിലേക്ക് അവർ വരാൻ താല്പര്യപ്പെടുന്നില്ല. യേശുവാണ് സമ്പത്ത്. യേശുവിലേക്ക്, ആ സമ്പന്നതയിലേക്ക് വിളിക്കുമ്പോൾ നമ്മളെ ദൈവം അനുഗ്രഹിച്ചിരിക്കുന്നവിടെ അവർ കാണണം. ആരോഗ്യപരമായി എല്ലാ കാര്യങ്ങളിലും ആ ദൈവത്തിൻ്റെ കൃപ ദൈവം നമുക്ക് നൽകിയിട്ടുണ്ട്. അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ദൈവം തരുന്ന നന്മകളൊന്നും നമ്മുടെ യജമാനനാകാൻ ദൈവം അനുവദിക്കത്തില്ല. എന്തുകൊണ്ടാണ് വേദപുസ്തകത്തിൽ അബ്രഹാം എന്ന് പറയുന്ന വ്യക്തിയെ എന്തുകൊണ്ടാണ് ദൈവം താൻ സ്നേഹിക്കുന്ന ഏകജാതനായ മകൻ ഇസ്ഹാക്കിനെ തന്നെ ബലി കഴിപ്പാൻ ദൈവം പറയുന്നത്? എന്തുകൊണ്ടാണ്? ഇശ്മായിൽ ഉണ്ടായിരുന്നല്ലോ. അല്ലേ തനിക്ക് വേണ്ട 300-ൽ അതിലധികമായ ജോലിക്കാരുണ്ടല്ലോ. അവർ ആരെയല്ലല്ലോ പറഞ്ഞേ. കാരണം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ ദൈവം ഇരിക്കേണ്ട സ്ഥാനത്ത് ആ മകൻ കയറിയതായി ദൈവത്തിന് ഫീൽ ചെയ്തപ്പോഴാണ് ദൈവം അതിനെ യാഗം അർപ്പിക്കാൻ പറയുന്നത്. നമുക്കറിയാം അബ്രഹാമിൻ്റെ ക്യാരക്ടർ. ഓരോ പോകുന്ന സ്ഥലങ്ങളിൽ താൻ യാഗപീഠം പണിയുന്നു, ദൈവത്തെ താൻ ആരാധിക്കുന്നു. ഇവിടെ ഞാൻ 2 യജമാനനെ സേവിപ്പാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞാൽ കർത്താവിന് അറിയാം. ഹേമന്ത്, പൗലോസ് പറയുന്നുണ്ട്, ഹേമന്ത് ലോകത്തെ സ്നേഹിച്ചു പോയി. ഇതെല്ലാം അതിനാണ് വേദപുസ്തകം പറഞ്ഞ ദ്രവ്യാഗ്രഹം, കവച്ചസ്നസ്. ഇതൊക്കെ നമ്മളെ ആക്രമിക്കും. സകല ദോഷത്തിനും കാരണം അതാണ് വരുന്നത്. എത്രയോ നല്ല രീതിയിൽ ശമ്പളം മേടിച്ച് നല്ല രീതിയുടെ പേപ്പർ നമ്മൾ വായിച്ചല്ലേ ഗൾഫിൽ നടന്നത്. ഒരു പ്രത്യേക ഒരു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ആ ക്യാഷ് ലെവലിൽ നിന്ന ഒരു വ്യക്തി, ഇവർക്കൊക്കെ നല്ല സാലറി ഇല്ലേ, വർഷങ്ങളാകുമ്പോൾ ഇവർക്കൊക്കെ മാന്യതയില്ലേ. കൃത്രിമമായ വഴി അതിലെല്ലാം അവർ പെട്ടുപോവുകയാണ്. അതാണ് ധനം ഉണ്ടാക്കാനുള്ള ആഗ്രഹം. അവിടെ അബ്രഹാമിനെക്കുറിച്ച് വേദപുസ്തകം ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്, നിനക്കെല്ലാം ഞാൻ തരാമെന്ന കൊള്ള പങ്കിടുന്ന സന്ദർഭത്തിൽ പറയുമ്പോൾ അബ്രഹാം പറയുക, ഒന്നും വേണ്ട, ചെരുപ്പിൻ്റെ ഒരു വാറ് പോലും വേണ്ട, കാരണം നീ എന്നെ സമ്പന്നനാക്കെന്ന് പറയരുത്. കണ്ടോ? കാരണം നമുക്ക് തരുന്നതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. ദൈവം നമ്മളെ മാനിക്കും അത്ഭുതകരമായി. കാരണം വചനം പറഞ്ഞേക്കുന്നത്, ഞാൻ വായ്പ വാങ്ങത്തില്ല, കൊടുക്കാൻ lend to the nations എന്നവർ shall not borrow from anyone. രാജ്യങ്ങൾക്ക് വായ്പ കൊടുക്കാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അതൊന്നും നമ്മളിൽ ഉടങ്ങിക്കിടക്കരുത്. നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടൊന്നും പോകില്ല, അതൊഴുകി വരും. നമ്മൾ ആ ഇസ്രായേൽ മക്കൾക്ക് മന്ന പൊഴിയുമ്പോൾ അവർ ആ മന്നയല്ല, അവർ ദൈവസാന്നിധ്യത്തെ കൂടാരം പൊങ്ങുന്നതും മേഘം പൊങ്ങുന്നതും കൂടാരം മാറ്റിയടിക്കും, ദൈവ തേജസ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ഇത് വളരെ ശക്തമാണെന്ന് ശ്രദ്ധിക്കണം. അവൻ്റെ വഴിയിൽ നിന്നുകൊണ്ട് അത് ദൈവം നമ്മളെ ടെസ്റ്റ് ചെയ്യുകയാണ് ഓരോ കാര്യങ്ങൾ. പണ്ട് ഒരു അച്ഛൻ എൻ്റെ സഭ വന്നു പറഞ്ഞു, പക്ഷേ ഞാനൊരു ലോട്ടറി എടുത്തിട്ടുണ്ട്. പുറത്തുനിന്ന് വന്നൊരു മനുഷ്യനെ ഇട മീറ്റിങ്ങിന് വരും, 1 കോടി രൂപയുടെ അടിച്ചാൽ പാർട്ടിയുടെ പകുതി. ഞാൻ പറഞ്ഞു, അത് അടിക്കാനും പോകുന്നില്ല, നിങ്ങൾ അതേന്ന് 5 പൈസ നിങ്ങൾ തരത്തുമില്ല. നമുക്ക് വ്യക്തികളെ അറിയാം. അതുകൊണ്ടല്ലേ നമുക്ക് പലരും ജോലികളൊക്കെ ലഭിക്കുമ്പോഴും ആ കൃത്യമായി ദൈവം കിട്ടുന്ന നന്മകളുടെ കൃത്യമായ ദശാംശങ്ങൾ കൊടുക്കുന്നവരുണ്ട്. എന്നാൽ ചിലർക്ക് ദശാംശം വർഷത്തിലൊരിക്കലും 6 മാസം കൂടും. കാരണം അവർക്കത് അവരുടെ ഒരു ദൈവമായി അത് മാറുകയാണ്. എന്നാൽ എന്തുകൊണ്ട് പറ്റത്തില്ല? അതിൽ അബ്രഹാം ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെ വിട്ട് പുറപ്പെടാൻ പറഞ്ഞ പോലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ പറയുന്ന കാര്യങ്ങൾ നാം ചെയ്യുമ്പോൾ നമുക്കെല്ലാവരും മടിയെ. പക്ഷേ അതിൻ്റെ പിൻപിൽ ഞാൻ ഒരിക്കലും ഓർക്കുന്നു, ഞാൻ വളരെ തകർന്നിരിക്കുന്നൊരു ഘട്ടത്തിൽ, ആ തുടക്കഘട്ടമാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന തൊഴിൽ നഷ്ടമായി, എല്ലാം നഷ്ടമെന്നല്ല, ഞാനത് വിട്ടു. എല്ലാം തടസ്സത്തിരിക്കുമ്പോൾ ഒരു മനുഷ്യനും കൊണ്ടൊരു എമൗണ്ട് തന്നിട്ട് പാഷന് കാറ് വാങ്ങാൻ ഒരു നന്മ മേടിക്കാനുള്ള സീഡാന്ന് പറഞ്ഞു. സത്യത്തിൽ എനിക്ക് വലിയ എമൗണ്ടൊന്നുമല്ല, എന്നാലും അന്നത്തെ സംബന്ധിച്ച് വലിയൊരു കാര്യം. പക്ഷേ ഞാൻ സാധാരണ ചെയ്യുന്ന പോലെ അതിൻ്റെ ദശാംശം മാറ്റി വെക്കാനായിട്ട് തുടങ്ങുമ്പോൾ ദൈവനോട് ഇടപെട്ടല്ല, ഇത് മുഴുവനും ദൈവരാജ്യത്തിന് വിതയ്ക്കണം. അപ്പം ഞാൻ ചിന്തിച്ച് എവിടെയാണ് വിതയ്ക്കേണ്ടി? വേറൊരു നിലത്ത്. എൻ്റെ വൈഫ് ഞാൻ ആ സന്ദർഭത്തിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ആവശ്യങ്ങൾ ഒത്തിരി ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ, പക്ഷെ ഞങ്ങളത് കൊടുത്തപ്പോൾ ദൈവം അത് പിന്നീട് 2, 3, 4 വർഷം കഴിയുമ്പോൾ ആ വിതയുടെ ഒരു വലിയ കൊയ്ത്ത് എനിക്ക് തന്നു. കാരണം ദൈവം എന്നെ ടെസ്റ്റ് ചെയ്തു. ഞാനവിടെ ദൈവത്തെക്കാൾ അധികം ആ ധനത്തെ സ്നേഹിച്ചില്ല. ദൈവത്തെക്കാൾ, കാരണം കഠിനമായ ഒരു ശോധനയിൽ അല്പം ഞെരുക്കത്തിലിരിക്കുമ്പോൾ ഒരു നന്മ കാണുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അത് നീ എടുക്കണ്ട, നീ അത് ഉപയോഗിക്കണ്ട, നീ വരും കാലത്തേക്ക് അത് വതയ്ക്കാൻ പറയും. അതൊക്കെ ചെയ്യാത്ത കാര്യങ്ങളൊന്നും പ്രസംഗിക്കാൻ ഒക്കത്തില്ല കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ അത് മാത്രമല്ല, നമ്മുടെ ആരോഗ്യം, സമ്പത്ത്, അധ്വാനം, ദൈവത്തിന് വേണ്ടി അധ്വാനിക്കുക. നമുക്കറിയാം സിനിമാ ലോകത്തിന് വേണ്ടി പലരും ശരീരം വലിക്കുന്നു, അവരുടെ ജീവനെ അവർ വിലയേറിയതായിട്ട് കാണുന്നില്ല. അവർ പറയുന്നു മരിക്കണേൽ അവരുടെ പേരിൽ കിടന്ന് ജീവനെ തന്ന ആ സ്വർഗീയ പിതാവിന് വേണ്ടി നമുക്കൊന്ന് ജീവിക്കാം. നമ്മുടെ ജീവനെ, ഓരോ നിമിഷങ്ങളെ, നമ്മുടെ മണിക്കൂറുകളെ നമുക്ക് കർത്താവിന് വേണ്ടി കൊടുക്കാം. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ
ദൈവമിരിക്കുന്ന സ്ഥാനത്ത്, ആ ഒരു ഹൃദയ സിംഹാസനത്തിൽ ദൈവമിരിക്കുന്നിടത്ത്, അവിടെ എങ്ങനെ ഹൃദയ സിംഹാസനത്തിൽ ദൈവം വരുന്നത്? നിങ്ങളുടെ പാപങ്ങളെ നിങ്ങൾ കൈകാര്യം ചെയ്യണം. നിങ്ങളായിരിക്കുന്നിടത്ത് നിങ്ങൾ ചെയ്ത ജന്മപാപം, കർമ്മപാപം ക്ഷമിക്കണേ എന്ന് പറയുമ്പോൾ പരിഹാരമായിട്ടുണ്ട്. 2000 വർഷം പുത്രൻ കാൽവരിൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം, ആ രക്തത്താൽ കഴുകപ്പെടുമ്പോൾ നിങ്ങൾ ഹൃദയം കൊണ്ട് അവനെ സ്വീകരിക്കുകയും വായ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ, യേശുവിൻ്റെ മരണത്തിനെടുത്താണ് നിങ്ങൾ വിശ്വസിച്ചു, യേശു എൻ്റെ പാപത്തിന് വേണ്ടി മരിച്ചു, ദൈവം അവനെ വീർപ്പിച്ചു എന്ന് വിശ്വസിച്ച് നിങ്ങൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വാ കൊണ്ട് ഏറ്റുപറയുമ്പോൾ നിങ്ങൾ ഹൃദയ സിംഹാസനത്തിൽ അവിടെ ഇരിക്കുമ്പോൾ, നാളെ നിങ്ങൾക്ക് കോടികൾ തന്നാലും വലിയ വിലപിടിപ്പുള്ള ആഡംബര കാർ നിങ്ങൾക്ക് തന്നാലും നിങ്ങളുടെ മനസ്സ് അവിടെ ഒന്നും ഉടക്കത്തില്ല. കാരണം നിങ്ങൾ കണ്ടിറങ്ങിയത് വിശ്വാസത്തിൻ്റെ നായകനും പുറത്തു വരുന്ന ദൈവമാണ്. അതുകൊണ്ട് വീണ്ടും വീണ്ടും സന്ദേശം കേൾക്കുക. 2 യജമാനന്മാരെ സേവിക്കാൻ കഴിയത്തില്ല. ധനം നമുക്ക് വേണം. ഞാൻ എപ്പോഴും പറഞ്ഞില്ല, തീ നമുക്ക് വേണം, ഗ്യാസ് നമുക്ക് ഉപയോഗം വേണം, ഇലക്ട്രിസിറ്റി നമുക്ക് വേണം. പക്ഷേ അതൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അപകടമാണ്. പണം നമുക്ക് ആവശ്യമാണ്, പക്ഷേ വരവ് ചെലവ് കാര്യങ്ങളിലും ചിലവാക്കുന്നതിലും അത് വിനിയോഗിക്കുന്നതിലും നാം പരിജ്ഞാനത്തോടെ പക്വതയോടെ അത് കൈകാര്യം ചെയ്തില്ലെങ്കിൽ അത് ആക്രമിക്കും. പലരും കടക്കാരാകുന്നു, അത് കൊല്ലും നമ്മളെ. എന്നാൽ നമ്മളതിനെ സ്നേഹിക്കുകയല്ല, നമ്മൾ കൽപ്പന കൊടുക്കുകയാണ്. ദൈവമക്കൾക്ക് വേണ്ടി ഒഴിഞ്ഞിരിക്കുന്ന സോഴ്സുകളെ നാം കൽപ്പിക്കുമ്പോൾ നമ്മുടേതായി തീരും. 2 യജമാനന്മാരെ സേവിക്കാൻ നമുക്ക് കഴിയത്തില്ല. അതുകൊണ്ട് വിശ്വാസത്തോടെ മുന്നേറാൻ ദൈവം നിങ്ങളെ ശക്തീകരിക്കട്ടെ. ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ ശക്തി പോരട്ടെ. ആമേൻ.